ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നമ്മുടെയൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഐറ്റവും നാടൻ പലഹാരവുമായ അവൽ വിളയിച്ചതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു നാടൻ പലഹാരമാണിത്. ഒരുപാട് കാലം കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റിയ രീതിയിലാണ് ഈ ഒരു അവൽ വിളയിച്ചത് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം ക്വാണ്ടിറ്റി ഇത് ഉണ്ടാക്കി ഒരു കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാനായിട്ട് പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. നമുക്കും വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാം. കൂടാതെ നമ്മൾ ദൂരെ യാത്രയ്ക്ക് പോകുമ്പോൾ ഇതുണ്ടാക്കി കയ്യിൽ കരുതി കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതൊരു സ്നാക്കായിട്ട് കഴിക്കാം. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഈ ഒരു അവൽ വിളയിച്ചത് ഉണ്ടാക്കാനായിട്ടുള്ള കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻസും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ 250 ml കപ്പിൽ 3 കപ്പ് മട്ട അരിയുടെ തിക്കായിട്ടുള്ള അവലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു വലിയ ഉണ്ട ശർക്കരയാണ്, അത് ഉരുക്കി അരിച്ചെടുക്കാനുള്ളതാണ്. പിന്നെ ഒരു മുഴുവൻ തേങ്ങ ചിരവിയത് വേണം. പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നെയ്യിൽ വറുത്ത് ചേർക്കാനുണ്ട്. കറുത്ത എള്ള്, പൊട്ടുകടല, കശുവണ്ടി, കറുത്ത ഉണക്കമുന്തിരി, ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നെയ്യിൽ വറുത്ത് ചേർത്ത് കൊടുക്കാനുള്ളതൊക്കെ ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ചധികം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് ആദ്യം തന്നെ പൊട്ടുകടല ഇട്ട് കൊടുക്കാം. നമുക്ക് ഓരോ ഐറ്റംസും പ്രത്യേകം വറുത്ത് കോരി വയ്ക്കാം, കാരണം ഓരോന്നിൻ്റെ മൂപ്പ് വ്യത്യാസമുണ്ട്. പൊട്ടുകടല ഒരു പകുതി മൂപ്പാകുമ്പോൾ അതിലേക്ക് എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ ഇതൊന്ന് കോരി മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഇത് രണ്ടും നല്ല കറക്റ്റ് പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ടാവും. അടുത്തതായിട്ട് കശുവണ്ടി ഇട്ട് കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ കളറാവുന്നത് വരെ വറുത്തെടുക്കാം. എന്നിട്ട് അതൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി ലാസ്റ്റായിട്ട് കറുത്ത ഉണക്കമുന്തിരി വറുത്തെടുക്കാം. ഞാനിവിടെ കുരുവില്ലാത്ത കറുത്ത ഉണക്കമുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് അഴുക്കൊക്കെ പോകാനായിട്ട്. ഇത് നല്ലപോലെ വീർത്ത് കഴിയുമ്പോൾ നെയ്യിൽ നിന്നും കോരി മാറ്റാം. ഇനി നമുക്ക് ഈ അവൽ വിളയിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ കാസ്റ്റ് അയണിൻ്റെ ഒരു സ്കില്ലറ്റ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു മുഴുവൻ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അവൽ വിളയിച്ചത് ഏറെക്കാലം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തേങ്ങ വറുത്തെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കാനുള്ളതാണെങ്കിൽ തേങ്ങ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. തീയലിന് വേണ്ടിയിട്ട് തേങ്ങ വറുത്തെടുക്കുന്നത് പോലെ ഒരുപാട് അങ്ങ് ഡാർക്ക് ബ്രൗൺ കളറിൽ തേങ്ങ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റ് ആയിട്ട് പോയി നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് കിട്ടിയാൽ മതി. ഈ ഒരു പാകമൊക്കെ ആകുമ്പോൾ തേങ്ങ കോരി മാറ്റി ഒരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഈ അവൽ വിളയിച്ചത് തയ്യാറാക്കാനുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഒരു സോസ് പാനിലേക്ക് ആ ഉണ്ട ശർക്കര വെച്ച് കൊടുക്കുക. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. എളുപ്പത്തിൽ ഉരുക്കി കിട്ടാനായിട്ട് ശർക്കര വേണമെങ്കിൽ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. ശർക്കര മുഴുവനായിട്ട് ഉരുകിയെന്ന് ഉറപ്പ് വരുത്തണം. ഇനി നമുക്ക് അവൽ വിളയിച്ചത് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് നല്ല വിസ്താരമുള്ള ചുവട് കട്ടിയുള്ള ഒരു ഓട്ടുരുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നല്ല വിസ്താരമുള്ള ചുവട് കട്ടിയുള്ള പാത്രം തന്നെ അവൽ വിളയിച്ചത് തയ്യാറാക്കാനായിട്ട് എടുക്കണം. ഈ പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉരുക്കിയ ശർക്കര ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ശർക്കരയിൽ വല്ല അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചൊഴിക്കുന്നത്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തേങ്ങ നന്നായിട്ട് ശർക്കരയിൽ കിടന്ന് വിളഞ്ഞു കഴിയുമ്പോൾ അവൽ ചേർത്ത് കൊടുക്കാം. അവൽ നമുക്ക് 2 ടൈപ്പ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വെളുത്ത അവലും മട്ട അരിയുടെ അവലും. അവൽ വിളയിച്ചത് തയ്യാറാക്കാനായിട്ട് മട്ട അരിയുടെ അവലാണ് ഉപയോഗിക്കേണ്ടത്. കാരണം വെളുത്ത അവലിനേക്കാൾ കട്ടി കൂടുതലാണ് മട്ട അരിയുടെ അവലിന്. അതുപോലെ 2 ടൈപ്പ് ടെക്സ്ചറിലും അവൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഫ്ലാറ്റ് ആയിട്ടുള്ളതും തിക്കായിട്ടുള്ളതും. തിക്കായിട്ടുള്ള അവൽ വേണം അവൽ വിളയിച്ചത് തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഫ്ലാറ്റ് ആയിട്ടുള്ള അവലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അത് ഇളക്കുന്ന ടൈമിൽ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൽ വിളയിച്ചതിന് ഒരു പെർഫെക്റ്റ് ടെക്സ്ചർ കിട്ടുകയില്ല. അതേസമയം മട്ട അരിയുടെ തിക്കായിട്ടുള്ള അവലാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അവൽ വിളയിച്ചതിന് നല്ല പെർഫെക്റ്റ് ടെക്സ്ചർ ആയിരിക്കും. തണുത്ത് കഴിയുമ്പോൾ ഒന്നിനൊന്ന് തൊടാതിരിക്കും. ഞാനിവിടെ ഡബിൾ ഹോഴ്സിൻ്റെ അവലാണ് എടുത്തിട്ടുള്ളത്. അതേസമയം അവൽ നനച്ചത് ഉണ്ടാക്കാനായിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള അവലാണ് നല്ലത്. അവൽ നനച്ചതും അവൽ വിളയിച്ചതും രണ്ടും 2 വിഭവമാണ്. അവൽ ശർക്കര പാനിയിൽ നന്നായി മിക്സായി കഴിയുമ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇതൊരു കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാം. അവൽ വിളയിച്ചത് ഉണ്ടാക്കിയ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.